ദൈവം തരുന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആഹ് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാം അധ്യായത്തിൽ നാം കണ്ടത് ന്യായപ്രമാണവും വാഗ്ദത്തങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ കാര്യമായിട്ട് ഒന്നും പറയുന്നില്ല. നമുക്ക് പെട്ടെന്ന് കണ്ടക്സ്റ്റിലേക്ക് കടക്കാം. അപ്പൊ അവിടെ വാഗ്ദത്തത്തിന്റെ ഔന്നത്യവും ന്യായപ്രമാണത്തിന്റെ ബലഹീനതയുമായിരുന്നു അവിടെ പറഞ്ഞിരുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. വാഗ്ദത്തം എന്ന് പറഞ്ഞത് അബ്രഹാമിന് കൊടുത്തതായിരുന്നു. ദൈവം അത് ഇറ്റേണൽ ആണ്, എന്നേക്ക് നിലനിൽക്കുന്നതാണ്. ന്യായപ്രമാണം മോശ വഴി കൊടുത്തു, അത് ടെമ്പററി ആയിരുന്നു. അതല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് മാത്രം, ഒരു ഇടവേളയ്ക്ക്, ഒരു ഇടയ്ക്ക് ഒരു ക്രമീകരണത്തിന് വേണ്ടി കൊടുത്തിരുന്നു എന്ന് നാം പഠിച്ചു. അപ്പോൾ വാഗ്ദാനം അബ്രഹാമും ദൈവവും തമ്മിൽ മാത്രം, അത് ഗോഡ് സെന്റേർഡ് ആണ്. ഞാൻ ചെയ്തു എന്ന് ദൈവം പറയുന്നു, ദൈവം പറഞ്ഞു, അങ്ങനെ തന്നെയാണ്. വാഗ്ദത്തം ന്യായപ്രമാണം എന്ന് പറയുന്നത് മാൻ സെന്റേർഡ്. ഒരു കുറച്ച് കൽപ്പനകളൊക്കെ കൊടുത്തിട്ട് ദൈവം പറഞ്ഞു നിങ്ങൾ ചെയ്തോ. അപ്പം അത് കഴിഞ്ഞ ക്ലാസ്സില് അപ്പോൾ അവര് ചോദിക്കുന്നു, ന്യായപ്രമാണം അല്ല, ദൈവം ആദ്യം ഒരു വാഗ്ദത്തം കൊടുത്തല്ലോ, ആ ദൈവം രണ്ടാമതും ഒരു പ്രമാണം കൊടുത്തെങ്കിൽ ആദ്യം ദൈവം തന്നെയാണ് ന്യായപ്രമാണവും വാഗ്ദത്തവും കൊടുത്തത്. അപ്പൊ രണ്ടാമത്തെ നിയമം വന്നപ്പോൾ ഒന്നാമത്തതിന് മാറ്റം വരും. അപ്പോൾ പൗലോസ് പറയുന്നു, ഒരു നാളുമില്ല, രണ്ടും കൊടുത്തത് ദൈവമാണെങ്കിലും രണ്ട് ഉദ്ദേശത്തോടെയാണ് കൊടുത്തത് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പിന്നെ ന്യായപ്രമാണം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ന്യായപ്രമാണം ജീവിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ജീവൻ നൽകുന്നില്ല, അത് നീതീകരിക്കുന്നില്ല എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തപ്പോൾ ഒരു മധ്യസ്ഥൻ ഇല്ലായിരുന്നു. ദൈവം അബ്രഹാമും തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത്. മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തപ്പോൾ ഒരു മധ്യസ്ഥനുണ്ടായിരുന്നു എന്ന് നാം കണ്ടു. അല്ലെ, ഇസ്രായേൽ ജനത്തിന് ന്യായപ്രമാണം കൊടുത്തപ്പോൾ മധ്യസ്ഥനായി മോശ നിന്നും ദൂതന്മാരുടെ പക്കൽ ഏൽപ്പിച്ചിട്ട് മോശയുടെ കയ്യിൽ കൊടുത്തു എന്ന് നാം പറഞ്ഞു. അത് നമ്മൾ പഴയ നിയമ പുസ്തകത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. ജീവരക്ഷ പ്രാപിപ്പാൻ കഴിയാത്ത ഒരു ന്യായപ്രമാണം ജീവിപ്പിക്കുന്നില്ല, നീതീകരിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടു, വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസം ലഭിക്കുന്ന തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിന് കീഴടച്ചു. അതായിരുന്നു നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. എങ്ങനെയാണ്? എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെട്ട് എല്ലാവരും പാപികളാണ്. അപ്പൊ അത് ജന്മപാപമാകാം, കർമ്മപാപമാകാം. ജന്മപാപം ഉണ്ടായത് കൊണ്ടാണ് കർമ്മപാപം. ആദമിലൂടെ ഉണ്ടായത് കൊണ്ട് തന്നെ ജന്മപാപം എന്ന് വിളിക്കും. കർമ്മപാപം എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി മൂലം, ആ ജന്മരാ നമ്മൾ പാപികളായതുകൊണ്ടാണ് നാം കർമ്മപാപവും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഏത് പാപമായാലും എല്ലാവരും പാപികൾ ആണ്. അപ്പം ആ പാപത്തിനൊരു ശിക്ഷയുണ്ട്. ആ പാപത്തിന്റെ ശിക്ഷയാണ് മരണം. പക്ഷെ ഈ മനുഷ്യൻ എന്നും അങ്ങനെ മരണത്തിന് കീഴ്പ്പെടാനായിട്ട് ദൈവം അനുവദിച്ചില്ല. അതുകൊണ്ട് ദൈവം എല്ലാവരെയും പാപത്തിന് കീഴിൽ അടച്ചിട്ട് എല്ലാവർക്കുമായി ഒരു രക്ഷാമാർഗം മാത്രം ഒരുക്കി, അത് തന്റെ പുത്രനായ യേശുക്രിസ്തു. വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും ദൈവം രക്ഷ ഒരുക്കി ഒരു രക്ഷാമാർഗം വെച്ചിട്ടുണ്ടെങ്കിലും വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ആ രക്ഷ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്. ആ രക്ഷ എന്ന് നമ്മൾ പറഞ്ഞു, പാപം എന്ന് പറയുന്ന ഒരു ജയിലറാണ്, അത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ഒരാൾ വരണം. ആ രക്ഷയ്ക്കായി ദൈവം ഒരുക്കിയ തന്റെ ഏകജാതനായ പുത്രനെയാണ്, ആ ഒരുക്കിയ വഴിയാണ് കാൽവറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 23-ാമത്തെ വാക്യം. വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരിക്കുന്ന വിശ്വാസനായിക്കൊണ്ട് ന്യായപ്രമാണത്തിൻ കീഴ് അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു. അപ്പം നമ്മള് 22-ാമത്തെ വാക്യം കണ്ടത്, എല്ലാവരും യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ, അല്ലെങ്കിൽ വാഗ്ദത്തം യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ എല്ലാവർക്കും ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിൽ കീഴടച്ചു എന്ന് നാം പഠിച്ചു. അപ്പൊ ഇവിടെ വിശ്വാസം വരും മുമ്പേ, നാം വിശ്വാസത്തിലേക്ക് വരും മുമ്പേ, അല്ലെങ്കിൽ നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ, വിശ്വാസാലുള്ള ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പേ. 3:22 നമ്മൾ പറഞ്ഞത് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിൻ കീഴിൽ അടച്ചു. ഇവിടെ പറയുന്നു ന്യായപ്രമാണത്തിന്റെ കീഴിൽ അടച്ചു എന്ന് പറഞ്ഞു. ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്, അല്ലെ? സൂക്ഷിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം.
ഓക്കെ. ദൈവവചനത്തിലെ ഓരോ വാക്കിനും ഓരോ കുത്തിനും കോമയ്ക്കും വരെ അർത്ഥമുണ്ട്. അപ്പം മുമ്പ് പറഞ്ഞു എല്ലാവറ്റെയും പാപത്തിന് കീഴടച്ചു. ഇവിടെ പറയുന്നു അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ ഈ രണ്ട് വാക്യങ്ങളും കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇത് ഒരു അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു, ഒരു അടിമത്തത്തിലാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കസ്റ്റഡിയിൽ ആക്കിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അപ്പം രണ്ട് വാക്യം കൂടെ നമ്മൾ കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് നാം എല്ലാവരും പാപനിമിത്തം ഒരു കസ്റ്റഡിയിൽ ആയി തീർന്നിരിക്കുന്നു. അപ്പം ആ ന്യായപ്രമാണത്തിന്റെ ഒരു കസ്റ്റഡിയിലായിരിക്കുന്നു. അത് ഏത് കസ്റ്റഡിയാണ്? ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ അല്ല ന്യായപ്രമാണത്തിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞു, ഞാൻ ഒരു വാക്ക് പറഞ്ഞു, സൂക്ഷിച്ചിരിക്കുന്നു, അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു. അത് വെറും കസ്റ്റഡി അല്ല, അതൊരു പ്രൊട്ടക്റ്റീവ് കസ്റ്റഡിയാണ്. അത് സുരക്ഷിതമായ ഒരു കസ്റ്റഡിയാണ്. അത് സുരക്ഷിതമായ ഒരു കസ്റ്റഡി ആണ് എന്ന് പറയാൻ കാരണം അത് ദൈവത്തിന്റെ കസ്റ്റഡി ആയതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ദൈവത്തിന്റെ പ്രമാണമാണല്ലോ. അപ്പം പാപത്തിന് കീഴിലുള്ള എല്ലാവരെയും അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു. എന്തിലടച്ചു സൂക്ഷിച്ചിരിക്കുന്നു? ന്യായപ്രമാണത്തിൽ അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു. അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു സൂക്ഷിക്കുകയാണ്. അത് ആ പാപത്തിലാണെങ്കിൽ തന്നെയും ആ ഒരു പ്രൊട്ടക്റ്റീവ് കസ്റ്റഡിയിലെ ദൈവത്തിന്റെ സുരക്ഷിതമായ ഒരു കസ്റ്റഡിയിൽ അടച്ചു സൂക്ഷിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലോയെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ ഒരു ജയിലറായി പേഴ്സണിഫിക്കേഷൻ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു പാപത്തെയാണ് ഒരു ജയിലറായി കണക്കാക്കിയിരിക്കുന്നത്. പാപത്തിൽ അടച്ചു കളഞ്ഞു. ഇവിടെ ന്യായപ്രമാണത്തെ ഒരു ജയിലറായി പറഞ്ഞിരിക്കുന്നു. അപ്പം പാപികളായ മനുഷ്യരെ ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് യോഗ്യമായിരുന്ന മനുഷ്യരെ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ശിക്ഷാവിധി എന്താ? മരണത്തിന് യോഗ്യമായിരുന്ന, പാപത്തിന്റെ ശമ്പളം മരണമത്ര എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് യോഗ്യമായിരുന്ന മനുഷ്യരെ സംരക്ഷിപ്പാൻ ദൈവം ന്യായപ്രമാണത്തെ വച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഒരു ജ്ഞാനം എന്ന് പറഞ്ഞാല്, പാപത്തിലാണ് മനുഷ്യർ ദൈവതേജസ് ഇല്ലാതായി ദൈവത്തെ അനുസരിക്കാതെ നടന്നു. എങ്കിലും ഒരു പ്രമാണം കൊടുത്തിട്ട് ദൈവം അവരെ അവിടെ അടച്ചു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനാ? ആ ന്യായപ്രമാണത്തിന്റെ ദൈവത്തിന്റെ പ്രമാണമാണെങ്കിലും അതൊരു കൽപ്പനകളും ചട്ടങ്ങളും മാത്രമാണെങ്കിലും അതൊരു സുരക്ഷിതമായ കസ്റ്റഡിയാണ്. അപ്പം ദൈവം ന്യായപ്രമാണത്തിന് അടച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരു വാതിലുണ്ട്. ജസ്റ്റ് ഒരു റൂമിന്റെ കാര്യം ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ ന്യായപ്രമാണത്താൽ അടച്ചിരിക്കുന്ന നമ്മെ ആ പ്രസൻ അല്ലെങ്കിൽ ആ പ്രസൻ നമ്മൾ തുറക്കുന്നത് വിശ്വാസത്തിന്റെ താക്കോലിലാണ്. അപ്പൊ നമുക്കൊരു വാതിൽ അടഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ വാതിലാണ്. ആ വാതിൽ തുറക്കുന്നത് വിശ്വാസത്തിന്റെ താക്കോലാണ്. കാരണം ദൈവം വിശ്വാസത്താലാണ് ആ വാതിൽ നമുക്ക് വേണ്ടി തുറന്ന് അതിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന അത് ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ വിശ്വാസം നമ്മൾ വരുവാൻ കാരണമായി തീർന്നതും ദൈവത്തിന്റെ ദാനം. അപ്പൊ ദൈവം ആ ന്യായപ്രമാണത്തിൽ നമ്മെ അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു. വിശ്വാസം വരും മുമ്പേ നാം ആ വിശ്വാസത്താലാണ് നാം ന്യായപ്രമാണത്തിൽ നിന്നും പുറത്ത് വരുന്നത്. അപ്പം രണ്ടും ദൈവത്തിന്റെ പ്രമാണമാണെങ്കിലും അതൊരു കുറച്ച് സമയത്തേക്ക് ഞാൻ പറഞ്ഞു വരാം എങ്ങനെയാണെന്ന്. അപ്പൊ ആ പ്രമാണത്തിന് കീഴിൽ നമ്മെ അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു. നാം ക്രമം കെട്ടു പോകാതിരിപ്പാൻ കുറെ തത്വങ്ങളും പ്രമാണങ്ങളും ഒക്കെ തന്ന ദൈവം നമ്മെ അവിടെ ആ ഒരു ദൈവത്തിന്റെ ബൗണ്ടറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ഒരു വാക്യം വായിച്ച് മുമ്പോട്ട് പോകാം. എന്നാൽ മാത്രമേ അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാകുകയുള്ളൂ.
റോമർ 8:29-30 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. എനിക്കറിയാം ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടായുള്ള ഗലാത്യ ലേഖനം ശരിക്കും ഡിഫിക്കൽട്ടാണ്. ഒത്തിരി വലിയ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ ശ്രദ്ധയും വേണം. പരിശുദ്ധാത്മാവും നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, റോമർ 8:29-30 വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് രൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പം ആദിയിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനിരിക്കുന്നതും അറിയുന്ന ദൈവം ദൈവം കൃപയാൽ വിശ്വാസത്താൽ നമ്മെ രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് ക്രമം കെട്ടു നടക്കാതിരിക്കാനായി വേറൊരു പ്രമാണം തന്നെ നമ്മെ അതിൽ അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു. ഒന്നുകൂടെ പറയാം. അവൻ മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പം ദൈവത്തിന്റെ പൂർവകാല നിർണയത്താൽ അല്ലെങ്കിൽ പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിക്കുന്ന അറിയാവുന്ന ദൈവത്തിന്റെ കൃപയാൽ തന്നിലൂടെ തങ്കലേക്ക് വരുവാൻ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഒരു പ്രമാണം തന്നിട്ട് നമ്മെ അതിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ നാം രക്ഷിക്കപ്പെടുമെന്നറിഞ്ഞ ദൈവം നമ്മെ വെറുതെ വിടാതെ നമുക്ക് ക്രമം കെട്ട് കടക്കാതെ ഒരു പ്രമാണത്തിനുള്ളിലാക്കി വെച്ച് നമ്മെ സൂക്ഷിച്ചിരിക്കുന്നു. അത് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമായിരുന്നെങ്കിലും അത് ദൈവത്തിന്റെ പ്രമാണമായിരുന്നു. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാകാത്തത് ദൈവം തൻ്റെ പ്രവൃത്തികളെല്ലാം നമ്മുടെ സമയത്തല്ല ചെയ്യുന്നത്, ദൈവത്തിന്റെ സമയത്താണ് ചെയ്യുന്നത്. അത് ഓരോ പ്രവൃത്തിക്കും ഓരോ ലക്ഷ്യമുണ്ട്. അത് നമുക്ക് പതിയെ പതിയെ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അപ്പൊ ആ ദൈവത്തിന്റെ വിശ്വാസം വരും മുമ്പേ നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ആ സമയത്തെ കുറിച്ച് ഗലാത്യ ലേഖനം 4:4 പറയുന്നു. അതുവരെ. അപ്പൊ എവിടെ വരെയാണ് ന്യായപ്രമാണം നമ്മെ അടച്ചു സൂക്ഷിച്ചിരിക്കുന്നത്? ക്രിസ്തുനായ പ്രമാണത്തിന്റെ അവസാനമാകുന്നു. ഓക്കെ, അപ്പം ഗലാത്യ 4:4 എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവത്തിന്റെ സമയമായപ്പോൾ ഫുൾനെസ് ഓഫ് ടൈം, ആ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ട തന്നെ. അപ്പം കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ന്യായപ്രമാണത്തിന്റെ കീഴിൽ താൻ അടച്ചു വച്ചിരിക്കുന്ന എല്ലാവരെയും മോചിപ്പാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. പക്ഷേ എല്ലാവരും വിശ്വസിച്ചോ? ഇല്ല. യെശയ്യാവ് പറയുന്നു, കർത്താവേ ഞങ്ങൾ പറഞ്ഞത് എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല, ഞങ്ങൾ പറഞ്ഞത് ആര് കേട്ട് ആര് വിശ്വസിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ. നമ്മളും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലേ. നമ്മള് ആരായിട്ടാ ജനിച്ചേ? ക്രിസ്ത്യാനികളായിട്ട് ജനിച്ചവരാണ് അല്ലേ? ശൈശവം തൊട്ട് വചനം പഠിക്കുന്നവരാണ്, സൺഡേ സ്കൂളിൽ പോയവരാണ്, ബൈബിൾ സ്റ്റഡി കേൾക്കുന്നവരാണ്, നമ്മളെന്നും വചനം വായിക്കുന്നവരാണ്, നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ദൈവവചനം സന്ധ്യാപ്രാർത്ഥനയൊക്കെ ഉള്ളവരാണെങ്കിലും എത്ര നാൾ നമ്മള് ദൈവം പിന്നെയും പിന്നെയും നമ്മെ വിളിച്ചിട്ട് നാം മറുതലിച്ചു നടന്നു അല്ലേ അപ്പം നാമും കുറെ കാലം ഇങ്ങനെ ദൈവത്തെ നമ്മളിപ്പോ പറയും അവരെന്താ ഇത്രയും കേട്ടിട്ടും മനസ്സിലാകാത്ത എന്താണ്? നമ്മളും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എല്ലാവരെയും ദൈവം പറയുന്ന ഒരു പേരുണ്ട്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച്. ഒരു വ്യത്യാസമില്ല. യഹൂദനെന്ന് യവനെന്ന് ഒന്നും വ്യത്യാസം. നമ്മൾ പറയും യഹൂദന്മാർക്ക് വേണ്ടിയാ മശിഹ വന്ന, യഹൂദന്മാർ എന്താ കേൾക്കാത്ത?
പക്ഷെ നമ്മളും അതൊക്കെ തന്നെയാ ചെയ്തത്. അത് നമ്മൾ മനസ്സിലാക്കണം. അഹൂതന്മാരെന്ന് യവനന്മാരെന്ന് ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപികളാണ്. എല്ലാവരെയും ദൈവം പാപത്തിന് കീഴടച്ചു, ന്യായപ്രമാണത്തിന് കീഴടച്ചു. അതുകൊണ്ട് അക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നമ്മളെ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. നമ്മൾ എത്ര പ്രാവശ്യം ദൈവത്തെ അറിയാവുന്ന നമ്മൾ എന്തുവാ പറയുന്നേ, നമ്മളെ ഈ പിന്നെ പിന്നെ തർക്കിച്ച് നടന്നവരാ അല്ലേ? ആ തർക്കത്തിൽ നിന്നെല്ലാം ദൈവത്തിന്റെ കൃപയാൽ നമ്മെ വീണ്ടെടുത്തു. അപ്പൊ ആ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തമെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മളിലെ നമ്മൾ വെളിപ്പെടുവാനായിട്ടുള്ള വിശ്വാസത്തിനായിക്കൊണ്ട്, അപ്പൊ അതിന്റെ രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് പറയുന്നത്. ഒന്ന്, നമുക്ക് വെളിപ്പെടുവാനായിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ദൈവം വിശ്വസിക്കാനിരിക്കുന്നവരെ കണ്ടിട്ട് എന്ന ചിന്തയിലേക്ക് വരാം, അല്ലെങ്കിൽ നമ്മിൽ ആ വിശ്വാസം വെളിപ്പെടുന്ന സമയം വരെ എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, ആ നമ്മൾ വെളിപ്പെടുവാനായ വിശ്വാസം എന്ന് പറഞ്ഞ ക്രിസ്തു നമ്മിൽ വെളിപ്പെടുന്നതിന് മുമ്പേ എന്ന് പറയുന്നവരുമുണ്ട്. ക്രിസ്തു നമ്മിൽ വെളിപ്പെടുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ, ക്രിസ്തു നമ്മിൽ വെളിപ്പെടുമ്പോഴാണല്ലോ നാം ദൈവത്തെ അറിയുന്നത്. അപ്പൊ ആ ക്രിസ്തുവാകുന്ന വചനത്താൽ നാം വീണ്ടും ജനിക്കുമ്പോൾ, അപ്പൊ ആ ക്രിസ്തുവുള്ള വിശ്വാസത്താൽ മാത്രമേ ന്യായപ്രമാണം എന്ന ആ ബന്ധനത്തിൽ നിന്നോ പാപം എന്ന ആ ബന്ധനത്തിൽ നിന്നോ നമുക്ക് മോചനം പ്രാപിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അത് മോശയുടെ പ്രമാണമാണെങ്കിലും ജാതികളുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്ന പ്രമാണമായെങ്കിലും പറയാം, മോശയുടെ പ്രമാണമാണെങ്കിലും ജാതികളുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ ന്യായപ്രമാണമാണെങ്കിലും. അപ്പൊ നിങ്ങൾ ചോദിക്കുക, ജാതികളുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്ന ന്യായപ്രമാണം ഏതാണെന്നൊന്ന് വായിക്കുക. റോമാലേഖനം 2-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. റോമാലേഖനം 2-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണം ആകുന്നു. അവരുടെ മനസാക്ഷി അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തിയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. അപ്പം യഹൂദന്മാർക്കൊരു പ്രമാണം കൊടുത്തിട്ടുണ്ടെങ്കിലും യഹൂദന്മാർ പറയും അവർക്ക് രക്ഷിപ്പാൻ കഴിയുള്ള ഒരു പ്രമാണം ഇല്ലെന്ന് പറഞ്ഞാലും ദൈവം ജാതികളുടെ ഹൃദയങ്ങളിലും ഒരു പ്രമാണം എഴുതി വെച്ചിട്ടുണ്ട്. അതവരുടെ മനസാക്ഷിയുടെ പ്രമാണം ആണ്. അപ്പം ഹൃദയങ്ങളിൽ എഴുതിയ ഒരു പ്രമാണമുണ്ട്, അല്ലാതെ കൽപ്പലകളിൽ കൊടുത്ത ഒരു പ്രമാണവും ഉണ്ട്. ഓക്കെ, അപ്പം ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് യോഗ്യരാണ്. എവിടെയാ പറയുന്നത്? റോമാലേഖനം 2:11. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ ഒക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ ഒക്കെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. അപ്പം ജാതികളാണേലും യഹൂദന്മാരാണേലും രണ്ടുപേരും ഒരേ വ്യത്യാസമില്ല. എല്ലാവരും ദൈവത്തിന്റെ ന്യായവിധിക്ക് യോഗ്യരാണ്. അപ്പൊ എല്ലാവരെയും ദൈവം ആ ഒരു ചട്ടത്തിനകത്ത് അടച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ന്യായപ്രമാണം കുറെ ചട്ടങ്ങളും നിയമങ്ങളും ആയിരുന്നെങ്കിലും ന്യായപ്രമാണത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാവരെയും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അപ്പം ഉൽപ്പത്തി മുതൽ മലാഖി വരെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മശിഹയെ ചൂണ്ടിക്കാണിക്കുക ആയിരുന്നു, ആ ക്രിസ്തുവിലേക്ക് വരിക. അത് നമ്മുടെ പിതാക്കന്മാരെല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ ആ വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ഈ ദേശത്ത് അന്യരും പരദേശികളും എന്ന് എണ്ണി ഏറ്റുപറഞ്ഞുകൊണ്ട് അവർ വിശ്വാസം മരിച്ചു നമ്മൾ കാണുന്നുണ്ടല്ലേ? എവിടെയാ? എബ്രായ ലേഖനം 11:13 വായിച്ചു വിടാം. ലേഖനം 11:13. അവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് കണ്ട്
ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിൽ മരിച്ചു. അപ്പം അങ്ങനെ അവരെല്ലാവരും ഒരു മശികയ്ക്ക് വേണ്ടി കാത്തിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കർത്താവും അങ്ങനെ തന്നെയാ പറയുന്നത്, അല്ലെ? നിങ്ങൾക്ക് മാത്രം അത് കാണാൻ കണ്ടു, എല്ലാവരും അതിനുവേണ്ടി കാത്തിരുന്നെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിലായില്ല. പഴയ നിയമ പിതാക്കന്മാരും അവരെല്ലാവരും എല്ലാം അതിനുവേണ്ടി കാത്തിരുന്നെങ്കിലും ചിലർക്ക് മാത്രമേ അത് മനസ്സിലായുള്ളൂ. ഓക്കെ, ലൂക്കോസിന്റെ സുവിശേഷം 10:23, 24 വാക്യങ്ങൾ ഞാൻ വായിച്ചിട്ട് 23, 24 പിന്നെ 23, 24 പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് കർത്താവ്, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്, നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ അനേകം വാക്കുകൾ ഇതിലുണ്ട്. പത്രോസിന്റെ വാക്കുകളും കൂടെ നമുക്കൊന്ന് വായിച്ചിട്ട് മുൻപോട്ട് പോകാം. 1 പത്രോസ് 1:11-12. 1 പത്രോസ് 1:11-12. അവരുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെ മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയോ ഉള്ളതെന്ന് ആ പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനെ നിങ്ങളോട് സുവിശേഷം അറിയിച്ച് അത് ഇപ്പോൾ ഗ്രഹിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുന്നു. അപ്പൊ അവർക്കെല്ലാം അറിയായിരുന്നു, അവർക്കൊരു ന്യായപ്രമാണം കൊടുത്തിരുന്നു. അവരെല്ലാവരും ക്രിസ്തുവിന് വേണ്ടി മശിക്ക് വേണ്ടി കാത്തിരുന്നതാണ്. അപ്പം വിശ്വാസം വരും മുമ്പേ നമ്മൾ വെളിപ്പെടുവാനായിരിക്കുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ആ ന്യായപ്രമാണത്തിന് കീഴെ എല്ലാവരെയും ദൈവം അടച്ചിരുന്നു. അതൊരു കസ്റ്റഡി ആയിരുന്നെങ്കിലും അത് ദൈവത്തിന്റെ പ്രൊട്ടക്റ്റീവ് കസ്റ്റഡി ആയിരുന്നു. ആ നമ്മെ അറിയുന്ന ദൈവം നാം വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി, ദൈവത്തിന്റെ ആ പ്രമാണത്തിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ദൈവം ഒരു പ്രമാണത്തിൽ നമ്മെ ആക്കി സൂക്ഷിച്ചിരുന്നു. ഓക്കെ, 24-ാമത്തെ വാക്യം. 24. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. അപ്പം ന്യായപ്രമാണം ഒരു കസ്റ്റഡി മാത്രമായിരുന്നില്ല, ഒരു ശിശുപാലകനും കൂടെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ട്യൂട്ടറും കൂടെ ആയിരുന്നു, ഒരു ടീച്ചറും കൂടെ ആയിരുന്നു. അപ്പൊ ന്യായപ്രമാണം നമുക്ക് ക്രിസ്തുവിങ്കലേക്ക് നടത്തുവാൻ നമുക്കൊരു ശിശുപാലകനായി ഭവിച്ചു. വെറും ടീച്ചർ അല്ല, ഒരു കെയർ ടേക്കർ അല്ല, വെറും ടീച്ചർ എന്നോ ഒരു കെയർ ടേക്കർ എന്നല്ല അതിന്റെ അർത്ഥം, ഒരു കസ്റ്റോഡിയൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം യഹൂദ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ അവരുടെ കുട്ടികളെ നോക്കാന് ആൾക്കാരെ അവർ നിയമിച്ചിരുന്നു. പ്രത്യേകിച്ച് അടിമകളായിരുന്നവരെയാണ് നോക്കാൻ ഏൽപ്പിച്ചത്. അവര് വീട്ടിലിരിക്കുമ്പോഴും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും എല്ലാം ഒരാളുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കും അവരായിരിക്കുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും, കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അവർ തന്നെ ആയിരിക്കും. അവരെ നോക്കുന്നത് മാത്രമല്ല, അവരെ ഒരു പരിധിവരെ ശിക്ഷിക്കാനുള്ള അധികാരവും ഈ കസ്റ്റോഡിയനും ഉണ്ടായിരുന്നു. അപ്പോൾ വെറും ആൾക്കാരെ, വെറും വരുന്നവരെയോ പോകുന്നവരെയോ അല്ല ആക്കിയിരുന്നത്, തങ്ങൾ നോക്കി കാര്യങ്ങൾ നോക്കാൻ കഴിവുള്ളവരെന്നും അതുപോലെ വിശ്വസ്തരെന്നും കണ്ടിരുന്ന ആൾക്കാരെ ആയിരുന്നു കസ്റ്റോഡിയൻ ആക്കിയിരുന്നത്. അപ്പൊ അടിമകളെ ആയിരുന്നു കസ്റ്റോഡിയൻ ആ ഒരു കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ഒരു ശിശുപാലകനായി അല്ലെങ്കിൽ കസ്റ്റോഡിയനായി ഉപയോഗിച്ചിരുന്നത് എങ്കിലും വിശ്വസ്തരെ ആയിരുന്നു കണ്ടിരുന്നത്. നമ്മൾ പറയാം, അടിമകൾ എന്ന് പറയുന്നു കഴിഞ്ഞാൽ വെറും പിന്നെ പഞ്ചപാവങ്ങൾ അല്ലെ ഒന്നും ഇല്ലാത്തവരൊന്നും അല്ല. അന്നത്തെ കാലത്ത് അടിമകളൊക്കെ നല്ല പഠിത്തമൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. കാരണം ലൂക്കോസിനെ നമ്മൾ പറയുന്ന ആരുടെയോ ഒരു തിയോഫിലസിന്റെ ഒരു അടിമയായിരുന്നു ലൂക്കോസ്, ഒരു ഡോക്ടറായിരുന്നു അല്ലെ എന്ന് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ വെറും ഒരു കസ്റ്റോഡിയൻ ആയിരുന്നില്ല, ആ കുഞ്ഞുങ്ങളെ നോക്കാൻ കാര്യശേഷി ഉള്ളവരും വിശ്വസ്തരുമായ ആൾക്കാരെ ആയിരുന്നു കസ്റ്റോഡിയനായി
അവര് നോക്കിയിരുന്ന്. അപ്പൊ കുഞ്ഞുങ്ങളെ നോക്കി നടത്തണം. അതുപോലെ ചില കാര്യങ്ങൾ അവരെ ശിക്ഷിക്കാനുമുള്ള അധികാരം അവർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ന്യായപ്രമാണവും ഇവിടെ നമ്മെ ക്രിസ്തുവിലേക്ക് നയിപ്പാൻ ശിശുപാലകനായി ഭവിച്ചു. അപ്പൊ ന്യായപ്രമാണം നമുക്ക് തന്നിട്ട് നാം ക്രമക്കെട്ട് കടക്കാതിരിക്കാൻ ന്യായപ്രമാണത്തിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു, അല്ലെ ന്യായപ്രമാണം നമ്മെ ശിക്ഷിച്ചു വളർത്തിക്കൊണ്ടേയിരുന്നു. അപ്പം ന്യായപ്രമാണം എങ്ങനെയാ ട്യൂട്ടറാകുന്നത്? ന്യായപ്രമാണം വായിക്കുമ്പോൾ തെറ്റുകളെ മനസ്സിലാക്കുകയും തെറ്റ് തിരുത്തി ക്രിസ്തുവിങ്കലേക്ക് വരുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നതായിരുന്നു. റോമാലേഖനം 7:7 വാക്യങ്ങൾ അത് ഭയങ്കരമായിട്ട് വിശദീകരിച്ച് പൗലോസ് പറഞ്ഞിട്ട് എപ്പോഴും വായിക്കുന്നതാണെങ്കിലും ഞാൻ വായിച്ചു വിടാം ഈ സന്ദർഭത്തില്. ഓക്കെ, 7:7 ന്യായപ്രമാണം എങ്ങനെയാണ് നമുക്ക് ശിശുപാലകനായി ഭവിച്ചത് എന്ന് പൗലോസ് വിശദീകരിക്കുന്ന വാക്യങ്ങൾ. റോമാലേഖനം 7:7 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ നാം എന്തു പറയണ്ടു? ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളും അരുതേ. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയയില്ലായിരുന്നു. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് കണ്ടു. ഇനി 12ാമത്തെ വാക്യം എല്ലാം വായിക്കുന്നില്ല. 12ാമത്തെ, ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. അപ്പം നമുക്കറിയാം, അടുത്ത വാക്യം ഞാൻ വായിക്കുന്നില്ല. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിളിക്കപ്പെടുന്നവൻ തന്നെ. അപ്പൊ ന്യായപ്രമാണം നമ്മെ ക്രിസ്തുവിലേക്ക് നടത്തുവാൻ ശിശുപാലകനായി തീർന്നു. ന്യായപ്രമാണത്താൽ നാം നമ്മളുടെ പാപങ്ങളെ മനസ്സിലാക്കുകയും നമുക്കൊരു രക്ഷകനെ വേണമെന്ന് നമുക്ക് ആവശ്യകത നമ്മൾ ഉളവാക്കുകയും ചെയ്ത് ആ രക്ഷകനിലേക്ക് നമ്മെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ന്യായപ്രമാണം ചെയ്ത്. അപ്പൊ ന്യായപ്രമാണം ഒരു ടീച്ചറിനെ പോലെ ദൈവത്തിന്റെ പരിശുദ്ധി എന്താണെന്ന് നമ്മെ മനസ്സിലാക്കി തന്നു. മനുഷ്യന്റെ പാപം എന്താണെന്ന് മനസ്സിലാക്കി തന്നു. അതുപോലെ പാപത്തിനൊരു പരിഹാരത്തിന് വേണ്ടി ഒരു രക്ഷകനെ ആവശ്യമുണ്ടെന്നും നമുക്ക് ന്യായപ്രമാണം മനസ്സിലാക്കി തന്നു. അങ്ങനെയാണ് ന്യായപ്രമാണം നമ്മെ ക്രിസ്തുവിലേക്ക് നയിപ്പാൻ ശിശുപാലകനായി ഭവിച്ചത്. ഇനി അടുത്ത വാക്യത്തിലേക്ക് പോകാം. അടുത്ത വാക്യം 25ാമത്തെ വാക്യം, 3:25. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല. വിശ്വാസം വന്ന ശേഷം ഇനിയിപ്പൊ നമ്മള് കർത്താവിങ്കലേക്ക് വന്നു, ഇനി നാം ശിശുപാലകന്റെ കീഴിലല്ല. അപ്പം ഒരു ശിശു വളർന്നു കഴിഞ്ഞാൽ കസ്റ്റോഡിയന്റെ ആവശ്യമില്ലാത്തതുപോലെ തന്നെ നാം ക്രിസ്തുവിനുള്ള വിശ്വാസം വന്നപ്പോൾ ഇനി നമുക്കിനി ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിലായിരിക്കേണ്ട ആവശ്യമില്ല. നാം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. അപ്പം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക്, ഒരു ക്രിസ്തു വിശ്വാസിക്ക് ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. അത് നമുക്കിനി ജീവന്റെ പ്രമാണമല്ല, അത് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമായിരുന്നു. എന്നാൽ യഹൂദൻ ഇന്നും അത് ജീവന്റെ പ്രമാണമായി അവര് കണക്കാക്കിക്കൊണ്ടേ ഇരിക്കുന്നു. ഇടയ്ക്ക് കിട്ടിയ ഒരു പ്രമാണത്തെ അവര് മുറുകെ പിടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പം റോമർ 6:14 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാണ്. അപ്പൊ നാം ന്യായപ്രമാണത്തിനല്ല, ഇപ്പോൾ കൃപയ്ക്കത്രേ അധികാരം നമ്മള് അധീനരാകുന്നത്. അപ്പം റോമലേഖനം 8:2 പറഞ്ഞു, നാം ജീവന്റെ ആത്മാവിന്റെ ഒരു പ്രമാണത്തിലായിരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് വായിച്ചു വിടാം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമുക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുന്നത്. ക്രിസ്തുവേശുള്ള വിശ്വാസത്താലാണ് നമ്മൾ ആ മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചത്. നമ്മളൊരു പുതിയ പ്രമാണത്തിലായി. ആ പ്രമാണത്തിന്റെ പേരാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. 3, ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിലും
പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പൊ നാം ഒരു പ്രമാണത്തിന്റെ കീഴിലായി, ഒരു ജീവന്റെ പ്രമാണത്തിന്റെ കീഴിലായി. ഗലാത്യലേഖനം പറയുന്ന എന്താ പറയുന്നത്, ഗലാത്യലേഖനം 6:2 ഇങ്ങനെ പറയുന്നത്, അത് ക്രിസ്തുവിന്റെ ന്യായപ്രമാണം എന്ന് പറയുന്നുണ്ട്. വായിക്കുന്നില്ല, നമ്മൾ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി ഇത് ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ എന്ന് പറയുന്നുണ്ട്. പോള് പറയുന്നു താനും ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് എന്ന് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു വിടാം. 1 കൊരിന്ത്യർ 9:21 വാക്യം, 21. അവൾ പറയുന്നത്, ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കാൻ ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു, പക്ഷെ ഞാൻ ക്രിസ്തുവിനെ ന്യായപ്രമാണത്തിന് അധീനനായിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഒന്ന് വായിക്കാം. ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ. അപ്പം പഴയ പ്രമാണമാണോ ന്യായപ്രമാണം? ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ. അത് ക്രിസ്തുവിന്റെ പ്രമാണത്തെ കുറിച്ചാണ് പറയുന്നത്. ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിനെ ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ പോലെയായി. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ വിടാം. നമ്മള് ഗലാത്യലേഖനം 5:1 ഇങ്ങനെ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി, ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പൊ അടിമത്വത്തിന്റെ ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് നമ്മെ ക്രിസ്തുവിന്റെ നുഖത്തിൻ കീഴിലാക്കി. അപ്പൊ സ്നേഹത്തിന്റെയും സൗമ്യതയുടെയും ഒരു നുഖത്തിൻ കീഴിലാക്കി എന്ന് പറഞ്ഞാലും നാം അതിന്റെയും അകത്താണ്. അത് ഭയങ്കര സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു നുഖമാണ് ക്രിസ്തുവിന്റെ നുഖം എന്ന് പറയുന്നത്. ന്യായപ്രമാണത്തിൽ ഒരു സമാധാനം ഇല്ലായിരുന്നു. നീ പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലേ. ഒരിക്കലും സമാധാനം വരുത്താത്ത, ഒരിക്കലും നിരപ്പ് വരുത്താത്ത, അല്ലെ, വേർപാടിന്റെ നടിച്ചുവർ ഇടച്ചു കളഞ്ഞ എഫെസ്യർ 2-ാം അധ്യായത്തിൽ പറയുന്നല്ലേ, വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് നമ്മെ ക്രിസ്തുവിന്റെ പ്രമാണത്തിലാക്കി തീർത്തു, ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ ആക്കി തീർത്തു. അപ്പം വിശ്വാസം വന്ന ശേഷം നാം ഇനി ആ പഴയ പ്രമാണത്തിലല്ല, ക്രിസ്തുവിന്റെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന് കീഴിലാണ്, സൗമ്യതയുടെ പ്രമാണത്തിന് കീഴിൽ, സ്നേഹത്തിന്റെ പ്രമാണത്തിന് കീഴിൽ, സന്തോഷത്തിന്റെ പ്രമാണത്തിന് കീഴിൽ ആണ് നാം ആയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 3:26. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടാം. ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അത് യഹൂദന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ് ഇത് എന്ന് പറയുന്നത്. കാരണം യഹൂദൻ ദൈവത്തിന്റെ സ്വന്തം ജനമെന്നും ദൈവത്തിന്റെ മക്കൾ എന്നും ഇത് നമ്മളോട് പറഞ്ഞല്ലല്ലോ, ഇത് അന്ന് അവരോട് പറഞ്ഞതാ. അപ്പൊ അവിടെ യഹൂദ മതാനുസാരികൾ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഇത് നമ്മളോട് ഇപ്പൊ പറയുന്നതാണ്, അല്ല, അവരോട് പറഞ്ഞ സമയത്ത് അങ്ങനെ വിചാരിക്കുന്നത് നമ്മളോടല്ലെന്ന്, നമ്മളോട് തന്നെയാണ്. പക്ഷെ അന്ന് ആ സാഹചര്യത്തിൽ അവിടെയുള്ള യഹൂദന്മാരുടെ വിശ്വാസത്തെ അവരുടെ എന്താ പറയുക, ചോദ്യം ചെയ്യുന്ന ഒരു പ്രസ്താവനയായിരുന്നുവല്ല. കാരണം അവര് ദൈവത്തിന്റെ മക്കൾ, അബ്രഹാമിന്റെ മക്കള്, വാഗ്ദത്ത സന്തതികളെന്നൊക്കെ അവര് തങ്ങളെ തന്നെ പ്രശംസിച്ചിരുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അങ്ങനെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളുമല്ല, ദൈവത്തിന്റെ മക്കളുമല്ല എന്ന് പറയുകയാണ്. ക്രിസ്തുവിലെ വിശ്വാസത്താലാണ് നാം ദൈവത്തിന്റെ മക്കളായി തീരുന്നത്. അങ്ങനെ പറഞ്ഞാൽ ജനറലി നമ്മൾ പറയുമ്പോഴേ എല്ലാവരും ദൈവത്തിന്റെ മക്കളാ. അത് ഏത് രീതിയിലാ ദൈവത്തിന്റെ മക്കളാകുന്നത്? അത് ഒരു സൃഷ്ടിയും സൃഷ്ടിതാവും തമ്മിലുള്ള ബന്ധത്തിൽ, അങ്ങനെ പറഞ്ഞാൽ സകല മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ക്രിയേറ്റർ ഇൻ ബിറ്റ്വീൻ ദ ക്രിയേറ്റർ ആൻഡ് ദ ക്രിയേച്ചർ ബീങ്, അല്ലെങ്കിൽ ക്രിയേച്ചർ, ആ നിലയിൽ നാം സകല മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവം അവരുടെ പിതാവാണ്. നമുക്കൊന്ന് വായിച്ചു പോകാം. അപ്പോസ്തലപ്രവൃത്തികൾ 17:24, 25, 26 വാക്യങ്ങൾ. അപ്പോസ്തലപ്രവൃത്തി 17:24. ലോകം
അതിലുള്ളതും ഒക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ള എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നവനല്ല, ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസന അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് 28ാമത്തെ വാക്യം, അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ വരന്മാരിൽ ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കും. ആ ഒരു നിലയിൽ നോക്കിയാൽ സൃഷ്ടിയും സൃഷ്ടിതാവും എന്ന നിലയിൽ ദൈവത്തിന്റെ മക്കളാണ് എങ്കിലും ആത്മീക സന്തതികളല്ല, അത് ജഡപ്രകാരമുള്ള സന്തതികളാണ്. ആത്മീക സന്തതികളാകുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ ദൈവത്തിന്റെ ആത്മീക സന്തതികളായി നാം പേർ പറയപ്പെടുകയുള്ളൂ. അപ്പൊ അതിന് റോമാലേഖനം 8ന്റെ 14 മുതലുള്ള വാക്യം പറയുന്നത്, പ്രമാണമുള്ളവരല്ല, ന്യായപ്രമാണമുള്ളവരല്ല ദൈവത്തിന്റെ മക്കൾ, സ്പിരിച്വൽ സന്തതികളാണ്, ആത്മീകമായ മക്കളാണ് മക്കൾ. ദൈവത്തിന്റെ മക്കൾ, ദൈവം പിതാവും ക്രിസ്തുള്ള വിശ്വാസം ജനിച്ചവരെല്ലാം ദൈവത്തിന്റെ മക്കളും ആകുന്നു. റോമർ 8ന്റെ 14. ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നമ്മൾ ദൈവാത്മാവ് ഉണ്ടെങ്കിൽ നാം ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അല്ലേ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ട, അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. അപ്പം ഇവിടെ ദൈവത്തിന്റെ മക്കളായി തീർന്നത് ജനറലി ഒരു സൃഷ്ടിതാവ് തമ്മിലുള്ള ബന്ധത്താൽ അല്ല, ദൈവത്തിന്റെ സ്വന്തം മക്കളാക്കി തീർന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നാം ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു. അപ്പൊ ഇവിടെ നമ്മൾ ഈ വാക്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പൗലോസ് നാം എന്ന അവസ്ഥയിൽ നിന്ന് വന്നിട്ട് ഇനിയുള്ള വാക്യങ്ങളെല്ലാം നിങ്ങൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ശരിയായ വലിയ അർത്ഥങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ പഠിച്ചതനുസരിച്ച് നിങ്ങൾ എന്ന പദം ഉദ്ദേശിച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട യഹൂദനെയും രക്ഷിക്കപ്പെട്ട ജാതികളെയും ഒരുപോലെ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഞാൻ പഠിച്ചതെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ട യഹൂദനെയും രക്ഷിക്കപ്പെട്ട ജാതികളെയും ഒരുപോലെ പറയുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ എന്ന പദം എന്ന് പറഞ്ഞിരിക്കുന്നത്. പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നാം അതിനു മുമ്പേ കാണുന്നു നാം എന്ന് പറഞ്ഞ് ആ വാക്യം മുതൽ ഇനി മുമ്പോട്ടുള്ള വാക്യങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങൾ എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പൊ വായിക്കണ്ട, നമുക്ക് നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോവും. ഓക്കെ. അപ്പൊ ക്രിസ്തുവിൽ ക്രിസ്തുവിലൂടെ ദൈവത്തിങ്കിലേക്ക് വിശ്വാസത്തിൽ വന്നവരാണ് സ്പിരിച്വൽ ചിൽഡ്രൻ അല്ലെങ്കിൽ ആത്മീയ സന്തതികൾ. അല്ലാത്തവരെ എല്ലാം രണ്ട് കൂട്ടരേ ഉള്ളൂ. ഒന്ന് ആത്മീക സന്തതി, അല്ലെങ്കിൽ രണ്ടാമത്തെ ആരാ? പിശാചിന്റെ മക്കള്. ദൈവത്തിന്റെ മക്കളും പിശാചിന്റെ മക്കളും. അത് പറയാൻ നമുക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായല്ലേ? കർത്താവ് തന്നെ വിളിച്ചേക്കുന്ന നമുക്ക് 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 13ന്റെ 38ഉം 39ഉം വാക്യങ്ങൾ. മത്തായി സുവിശേഷം 13ന്റെ 38ഉം 39ഉം വാക്യങ്ങൾ. വയൽ ലോകം നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം. അപ്പം 2 കാര്യമേ ഉള്ളൂ. നമ്മൾ ഒന്നി സ്വർഗം അല്ലെ നരകം എന്ന് പറയുന്ന പോലെ അതിന്റെ ഇടയ്ക്ക് വേറെ സംഭവങ്ങളൊന്നുമില്ല. അതുപോലെ ഒന്നി ദൈവത്തിന്റെ മക്കള് അല്ലെങ്കിൽ പിശാചിന്റെ മക്കള്. കാരണം നമ്മള് പാപത്താല് ജനിച്ചതേ പാപം കൊല. അപ്പൊ പിന്നെ പിശാചിന്റെ സന്തതിയല്ലേ, പാപം കൊണ്ടുവന്ന ആരാ? പിശാച്. അപ്പം എല്ലാവരും പിശാചിന്റെ മക്കളായിരുന്നു. നമ്മൾ ഒരിക്കലും പിശാചിന്റെ മക്കളായിരുന്നു നമുക്കൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാം നല്ല മക്കളായിരുന്നു, പക്ഷെ നല്ല മക്കളും പിശാചിന്റെ മക്കളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 38ഉം 44ഉം വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 8ന്റെ 38ഉം 44ഉം വാക്യങ്ങൾ. നമുക്കറിയാം അവിടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യേകിച്ചൊരു ഒരു വചനം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു തുടങ്ങുന്നത് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പം അവര് ദൈവത്തിൽ വിശ്വസിച്ചവരാണ്, അവരെ വിളിക്കുന്നതാണ് പിശാചിന്റെ മക്കളെന്ന്.
അപ്പം വിശ്വസിച്ചെന്ന് പറഞ്ഞാലും വാക്കുകൊണ്ട് വിശ്വസിച്ചായിരിക്കും, ഉള്ളം കൊണ്ട് വിശ്വസിച്ച് കാണത്തില്ല. ഓക്കെ. 8:38 പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാരോടാ പറയുന്നത്, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു, അവനിൽ സത്യമില്ലായികൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഫോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നു, അവൻ ഫോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനും ആകുന്നു. അപ്പം കർത്താവായ യേശു ക്രിസ്തു തന്റെ സ്വന്തം ജനത്തെ, യഹൂദന്മാരെ, അവര് ദൈവത്തിന്റെ മക്കൾ എന്ന് തങ്ങളെ തന്നെ പ്രശംസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് പിശാചിന്റെ മക്കൾ. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികളിൽ 13-ാം അധ്യായത്തിൽ പറഞ്ഞ ദൈവത്തിന്റെ വചനം കേൾക്കാത്തവരും അതിനെ എതിർത്ത് നിൽക്കുന്നവരും വിശ്വസിക്കാത്തവരും എല്ലാം പിശാചിന്റെ മക്കൾ എന്ന് പറയുന്നുണ്ട്. ഒരു സംഭവത്തിലൂടെയാണ് പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം. 13-8, 9, 10. പൗലോസ് പറയുന്നതാണ്, എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ, ഇതാവുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്ത് നിന്നു ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മാ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി, സകല കപടവും സകല ദൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴിയെ മറിച്ചു കളയുന്ന നിനക്ക് മതിയാവുന്നില്ലേ. അപ്പം പിശാചിന്റെ മകനെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം ദൈവത്തിൽ എല്ലാവരും പിശാചിന്റെ മക്കൾ എന്നാണ്. യോഹന്നാനും അങ്ങനെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, 1 യോഹന്നാൻ 3:9-10. 1 യോഹന്നാൻ 3:9-10. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയില്ല. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. ദൈവത്തിന്റെ മക്കളായിരുന്നു, പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. അപ്പൊ ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ദൈവത്തിന്റെ മക്കളാകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1:12-13 വാക്യങ്ങൾ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പൊ ആ മനുഷ്യൻ ആരും പ്രകൃതിയാൽ ദൈവത്തിന്റെ മക്കളല്ല. ദൈവം സകല മനുഷ്യരുടെയും സൃഷ്ടാവാണെങ്കിലും എല്ലാവരുടെയും ആത്മീക പിതാവല്ല. ദൈവം ആത്മീക പിതാവാകുന്നത് 1-to-1 റിലേഷൻഷിപ്പ് ആണ്. ഒരാൾ നമുക്ക് വേണ്ടി ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചു, സാത്താനെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാലോ, ഒരാൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാലോ ആകുന്നില്ല. ഒരു ഏകദേശം ഒരു എക്സാമ്പിൾ ഞാനൊന്ന് പറയാം. ഞാനൊന്ന് കടമെടുത്തതാണ്. അപ്പം നമ്മള് ഈ ഭൂമിയിലെ നിയമമാണെങ്കിൽ തന്നെയും ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു പുരുഷനും സ്ത്രീയും അവർ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഈ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു തീരുമാനം എടുക്കുന്നു, അല്ലെ? അപ്പൊ പക്ഷെ അത് ഈ ലോകത്തിൽ മാത്രം നിലനിൽക്കുന്ന ബന്ധമാണെങ്കിലും അവർക്ക് വേണ്ടി മറ്റൊരാൾ പറഞ്ഞാൽ അത് സാധിക്കത്തില്ല, അല്ലെ? സ്വന്തമായിട്ട് പുരുഷനും സ്ത്രീയും തങ്ങൾ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിപ്പാൻ തന്നെത്താൻ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അപ്പൊ ഈ ലോകത്തിലെ ബന്ധമാണെങ്കിൽ അവർക്ക് വേണ്ടി മറ്റൊരാൾ പറയാനൊക്കത്തില്ല. അപ്പൊ സ്വർഗീയമായ ഒരു ബന്ധമാകുമ്പോൾ മറ്റുള്ളവർ നമുക്ക് വേണ്ടി പറയാനൊക്കില്ല. നാം തന്നെ ഒരു തീരുമാനം എടുക്കണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കൺമീനം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഇത്ര വലിയ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. അപ്പം ദൈവം നമ്മുടെ പിതാവും ക്രിസ്തു നമ്മുടെ ജ്യേഷ്ഠ സഹോദരനുമാണ്. പക്ഷെ ക്രിസ്തു രക്ഷിതാവാണെങ്കിലും ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് നാം കൂട്ടവകാശികളുമാകുന്നു. അതുകൊണ്ട് ദൈവം നമ്മുടെ പിതാവും ക്രിസ്തു നമ്മുടെ
സഹോദരനുമാകുന്നു. അപ്പം വിശ്വസിക്കുന്ന ഏവരും തമ്മിൽ തമ്മിൽ സഹോദരങ്ങളാകുന്നു. അപ്പം ദൈവം പിതാവ്, ക്രിസ്തു നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ, നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സഹോദരങ്ങളും ആകുന്നു. അപ്പം വിശ്വാസത്താലാണ് നാം ക്രിസ്തുവിങ്കിലേക്ക് വരുന്ന ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന് നാം സ്വാതന്ത്ര്യം പ്രാപിച്ചു ക്രിസ്തുവിങ്കിലേക്ക് വന്നിരിക്കുന്നു. അപ്പം അവിടെ നമ്മൾ 26ാമത്തെ വാക്യത്തിൽ വായിച്ചത് വിശ്വാസം വന്ന ശേഷം നാം ശിശുപാലന്റെ കീഴിലല്ല, 25-ലെ 26-ലെ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നാം എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഇനി 27ാമത്തെ വാക്യം വായിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാം ശ്രദ്ധിച്ചു കേൾക്കണം, പക്ഷെ ഇച്ചിരി കൂടെ നാം ഒന്ന് ശ്രദ്ധ ചെലുത്തേണ്ട വാക്യമാണ് ഇത്. ഇതൊരു പ്രാക്ടിക്കൽ ലൈഫാണ്. ഇതെല്ലാം പ്രാക്ടിക്കൽ ആണ് എങ്കിൽ തന്നെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇത് ജലസ്നാനത്തെ കുറിച്ചല്ല പറയുന്നത്, ആത്മസ്നാനത്തെ കുറിച്ചും അല്ല പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഏത് സ്നാനമാണെന്ന് നമുക്ക് പറഞ്ഞു തരാം. ജലസ്നാനത്തിൽ സംഭവിക്കുന്നത് മാനസാന്തര സമയത്തെ നമ്മിലുണ്ടായ ആ വിശ്വാസത്തെ അല്ലെങ്കിൽ ആ ഉടമ്പടിയുടെ പുറമേയുള്ള പ്രകടനമാണ് ജലസ്നാനം എന്ന് പറയുന്നത്. മാനസാന്തര സമയത്തെ നാം ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ ദൈവവുമായി നാം ഒരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയുടെ ബാഹ്യമായ പ്രകടനമാണ് ജലസ്നാനം എന്ന് പറയുന്നത്. ഈ സ്നാനം മൂലം നാം ക്രിസ്തുവിന്റെ അംഗമാവുകയോ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ അവകാശിയാവുകയോ അല്ലെങ്കിൽ നിത്യജീവന്റെ അവകാശിയായോ നാം തീരുന്നില്ല. ജലസ്നാനത്താൽ നാം ദൈവസഭയുടെ അംഗമായി തീരുന്നില്ല. പക്ഷേ ജലസ്നാനം എന്ന് പറയുന്നത് നാം അകമേ എടുത്ത ആ തീരുമാനത്തോടുള്ള ഏകീഭാവമാണ്. അതിനെ നാം പരസ്യമായി പ്രകടമാക്കിയാണ് ജലസ്നാനത്തിലൂടെ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഒരു മനുഷ്യനെ ജലസ്നാനത്താൽ ക്രിസ്തുസഭയുടെ അംഗമാക്കുകയോ ക്രിസ്തു വിശ്വാസിയാക്കുകയോ ചെയ്യുകയാണെങ്കിൽ പോൾ ഈ പറഞ്ഞ എല്ലാം ഈ വിശ്വാസാലുള്ള നീതീകരണത്തിന് ഒരടിസ്ഥാനവും ഇല്ലാതെ വരും എന്ന് പറഞ്ഞാൽ പോൾ പറഞ്ഞതിനെ എല്ലാം പോൾ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഗലാത്യ ലേഖനം 2-ന്റെ കാരണം എന്താണ്? വിശ്വാസ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുക, സ്നാനത്താലല്ല. അങ്ങനെയല്ല പറഞ്ഞില്ലല്ലോ, സ്നാനത്താലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നല്ല പറഞ്ഞത്, വിശ്വാസ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയും. അപ്പൊ അതുപോലെ തന്നെ ഗലാത്യ ലേഖനം 2-ന്റെ 21 ഇങ്ങനെ പറയുന്നു, പ്രവൃത്തികളാൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ല. അപ്പം ജലസ്നാനത്താൽ നാം രക്ഷിക്കപ്പെടുന്നില്ല, നാം വിശ്വാസികളാകുന്നില്ല, ദൈവത്തിന്റെ മക്കളാകുന്നില്ല, സ്വർഗത്തിലേക്ക് നാം പോകുന്നതുമില്ല. അതിന് ഏകദേശം അതിന്റെ ഒരു ക്ലോസസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കുട്ടി ഒരു സ്കൂൾ യൂണിഫോം ഇടുമ്പോഴ് എന്തുവാ ആ സ്കൂളിലെ ഒരു സ്റ്റുഡന്റ് ആണ് എന്നുള്ള നമുക്ക് മനസ്സിലാകും അല്ലെ. ഓരോ സ്കൂളിനും ഓരോ യൂണിഫോം ഉണ്ട്. അപ്പൊ ആ ഒരു സ്കൂളില് ആ ഒരു കുട്ടി ആ യൂണിഫോം ഇടുമ്പോഴേ ആ സ്കൂളിന്റെ സെന്റ് തോമസ് സ്കൂളോ സെന്റ് മേരീസ് സ്കൂളോ ആ ഒരു സ്കൂളിന്റെ യൂണിഫോം ഇടുമ്പോൾ ആ സ്കൂളിലെ കുട്ടിയാണെന്ന് മനസ്സിലാക്കുക അല്ലേ. അപ്പം പക്ഷെ ഒരു സെന്റ് മേരീസ് സ്കൂളിലെയോ സെന്റ് തോമസ് സ്കൂളിലെയോ യൂണിഫോം ഇട്ടത് കൊണ്ട് മാത്രം ആ കുട്ടി ആ സ്കൂളിന്റെ അംഗമാകുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എല്ലാവർക്കും പോയി യൂണിഫോം വാങ്ങിക്കാം. പക്ഷെ ആ സ്കൂളിൽ ജോയിൻ ചെയ്ത് ആ സ്കൂളിലെ റൂൾസ് എല്ലാം അനുസരിക്കാമെന്ന് അവർ അംഗീകരിച്ച ശേഷമാണ് ആ സ്കൂളിലെ യൂണിഫോം ഇടുന്നത്. അങ്ങനെ ആയാൽ മാത്രമേ ആ സ്കൂളിന്റെ സ്റ്റുഡന്റ് ആയിരിക്കാനായിട്ട് ഒക്കത്തുള്ളൂ. അതുപോലെ തന്നെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നാം ഒരു ശിഷ്യനായി തീരുന്നില്ല,
മനുഷ്യനായിരിക്കുന്നവർ സ്നാനമേൽക്കണം. ഒരു സ്കൂളിൽ ആ സ്കൂളിലെ റൂൾസ് അനുസരിച്ച് നാം നടക്കണമെന്ന് കുറെ എഗ്രിമെന്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു യൂണിഫോം ഇടണം, അല്ലെങ്കിൽ സ്കൂളിനെതിരായിട്ട് പോകണമെന്നൊന്നും അല്ല. ആ എല്ലാ പ്രിൻസിപ്പിളും അനുസരിക്കുന്ന ആൾ സ്കൂളിന്റെ യൂണിഫോം ഇടുന്നത് പോലെ ക്രിസ്തുവിലേക്ക് വരുന്നവർ ക്രിസ്തുവിന്റെ സഭയുടെ അംഗങ്ങളാവണം, സ്നാനമേൽക്കണം. അതാണ് ഒരു ഒബീഡിയൻസ്, അത് നമ്മുടെ അനുസരണമാണ്. അക്കാര്യത്തിൽ നിന്ന് വിട്ടുമാറാം. ഒരു മെറ്റഫറിക്കൽ മാനറിലാണ് പോൾ ഇവിടെ ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ജലസ്നാനമല്ല, അത് ആത്മസ്നാനവും അല്ല. പിന്നെ എന്താണ്? അതെ, അതെന്ന് പറയുന്നത് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്, എന്നാൽ ക്രിസ്തുവിലുള്ള വിശ്വാസം എന്നാണ് അർത്ഥം. അപ്പൊ ക്രിസ്തുവിലുള്ള വിശ്വാസം എന്നാണ് അർത്ഥം. എന്താണ് പറഞ്ഞു വരാം. ബാപ്റ്റിസം എന്ന് പറയുന്നത് ഒരു മുഴുകൽ സ്നാനം, വെള്ളത്തിൽ മുഴുകുക, ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ എന്നാണ്, അല്ലേ? അപ്പൊ അതുപോലെ ക്രിസ്തുവിലെ വിശ്വാസം നമ്മിൽ വരുമ്പോൾ നാം ഇമ്മേഴ്സ്ഡ് ഇൻ ക്രൈസ്റ്റ്, നാം ക്രിസ്തുവിലെ വിശ്വാസത്തിൽ വരുമ്പോൾ നാം ക്രിസ്തുവിൽ മുഴുകുകയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശിഷ്യരാകുകയാണ്. ഒരു ബാപ്റ്റിസത്തിൽ നാം ആ വെള്ളത്തിൽ മുഴുകുന്നത് പോലെ തന്നെ നാം ക്രിസ്തുവിലെ വിശ്വാസത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൽ മുഴുകുകയാണ്. ഞാൻ ക്രിസ്തുവിൽ എന്ന് പറയത്തില്ല, എപ്പോഴും ക്രിസ്തുവിൽ എന്ന് പറയുന്നത് ക്രിസ്തുവിലെ വിശ്വാസത്താൽ നാം ആകുമ്പോഴാണ്. അപ്പൊ ഇവിടെ പറയുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ ഏത് സ്നാനമാണ്? നാം ക്രിസ്തുവിനോട് ചേരുന്ന സ്നാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലെ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നാം ക്രിസ്തുവിൽ മുഴുകുകയാണ്, ഇമ്മേഴ്സ്ഡ് ഇൻ ക്രൈസ്റ്റ്. വെള്ളത്തിൽ നാം ആയിരിക്കുന്നത് പോലെ നമ്മിൽ ഫുള്ള് ക്രിസ്തുവാണ്. ഞാനിനിയില്ല, പൗലോസ് പറയുന്നു, ഞാനിനിയില്ല, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാവെന്ന് പറയുന്നത് പോലെ തന്നെ ക്രൈസ്റ്റ് ഇൻ മീ, നോട്ട് മൈസെൽഫ്, ക്രൈസ്റ്റ് ഇൻ മീ, മച്ച് ക്രൈസ്റ്റ് ഇൻ മീ. എന്നിൽ ക്രിസ്തു മാത്രമേ ഉള്ളൂ, എന്നിൽ ഞാനില്ല, വേറെ ഒന്നുമില്ല. ക്രിസ്തുവിൽ ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പം ക്രിസ്തുവിൽ മുഴുകുക എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുക എന്ന് പറഞ്ഞ ക്രിസ്തുവിലായി തീരുക, ക്രിസ്തുവിൽ മുഴുകുക. ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലുമായി തീരുക. 1 കൊരിന്ത്യർ 6:17 പറയുന്നു, ആ കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. അപ്പൊ ക്രിസ്തുവിനോട് എപ്പോഴും പറ്റിച്ചേർന്ന് ഏകാത്മാവിലിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നിരിക്കുക എന്ന അവസ്ഥ. ഇയ്യോബിന്റെ പുസ്തകം ഇങ്ങനെ പറയും, നീതി ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ നീതി എല്ലാരും കാണുന്ന പോലെ ധരിച്ചിരിക്കുന്നതല്ല പറയുന്നത്. ആ വാക്യം വായിച്ചിട്ട് നമുക്ക് പോകാം. ഇയ്യോബ് 29:14. ഞാൻ നീതിയെ ധരിച്ചു, അതെന്റെ ഉടുപ്പായിരിക്കുന്നു എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നീതിമാൻ, ഞാൻ നീതിയെ ധരിച്ചിരിക്കുന്നു, ഞാൻ നീതി പ്രവർത്തിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ യെശയ്യാവിന്റെ പുസ്തകം 61:10 ഇത് തന്നെ കാണുവാനായിട്ട് കഴിയും. അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു, നീതി എന്ന അങ്കി എന്നെ ഇടിപ്പിച്ചു. ഞാൻ ഫുള്ള് വായിക്കുന്നില്ല. അപ്പൊ എന്താന്ന് പറഞ്ഞാല് ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനം ഏറ്റപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. സ്പിരിച്വൽ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ഇമേഴ്സ്ഡ് ഇൻ ക്രൈസ്റ്റ്, അല്ലെ ക്ലോത്ത് ഇൻ ക്രൈസ്റ്റ്. നോട്ട് മീ എനിമോർ, മച്ച് ജീസസ് ഇൻ മീ. അപ്പം ആ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, ക്രിസ്തുവിൽ മൂടിയിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിനെ ധരിക്കുന്നവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് become
clothed in Christ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ വസ്ത്രം അങ്ങ് മാറ്റി വെച്ചിട്ട് പുതിയൊരു വസ്ത്രം നാം ധരിക്കുന്നു. ആ പഴയ വസ്ത്രം എന്ന് പറയുന്നത് ലോകത്തിന്റെ വസ്ത്രമായിരുന്നു, അല്ലെങ്കിൽ അനീതിയുടെ വസ്ത്രമായിരുന്നു, അല്ലെങ്കിൽ പാപത്തിന്റെ വസ്ത്രമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്വയത്തിന്റെ വസ്ത്രമായിരുന്നു. നമുക്കേതിനും ആ പേര് പറയാം. അതൊരു പഴയ വസ്ത്രമായിരുന്നു. ആ വസ്ത്രം നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പുതിയ വസ്ത്രമായ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നെ കാണുന്നവർ എന്റെ സ്വഭാവമല്ല കാണേണ്ടത്, എന്നെ കാണുന്നവർ ക്രിസ്തുവിന്റെ സ്വഭാവം ധരിക്കണം. ഐ ആം ഇമ്മേഴ്സ്ഡ് ഇൻ ക്രൈസ്റ്റ്. അതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം നമ്മളെ കാണുമ്പോൾ നാം ക്രിസ്തുവിന്റെ സാക്ഷികളാണെന്ന് പറയുകയല്ല, നാം ക്രിസ്തുവിന്റെ സാക്ഷികളെന്ന് മറ്റുള്ളവർ കാണുവാനും കേൾക്കുവാനും ഇടയായി തീരണം. നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വ്യക്തിത്വത്തെ കാണിക്കുന്നതാണ്. അതുപോലെ ക്രിസ്തുവിനെ ധരിക്കുന്നവർ ക്രിസ്തുവിന്റെ സ്വഭാവം പ്രകടമാക്കണം. നമുക്ക് പോൾ പറഞ്ഞു, ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഒരു ന്യൂ ഐഡന്റിറ്റി നമുക്ക് വന്നു, ഒരു ന്യൂ നേച്ചറിലായി. 1 കൊരിന്ത്യർ 13:11 ഇങ്ങനെ പറയുന്നില്ലേ, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. ഞാൻ പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ, ഞാൻ ക്രിസ്തുവിലായ ശേഷം എൻ്റെ അനീതിയുടെ വസ്ത്രങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ക്രിസ്തുവിന്റെ ആ സൗമ്യതയുടെയും ആ സ്നേഹത്തിന്റെയും ആ സന്തോഷത്തിന്റെയും ഐന്ദ്രിയ ജയത്തിന്റെയും ആ സകലത്തിന്റെയും വസ്ത്രം ഞാൻ ധരിച്ചു. അല്ലെ? എഫേഷ്യൻസ് 4:22-23 ഒന്ന് വായിക്കാം. എഫേഷ്യൻസ് 4:22-23 വാക്യങ്ങൾ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക. താഴെയുള്ള വാക്യങ്ങളിലെല്ലാം ക്രിസ്തുവിലുള്ള പുതിയ മനുഷ്യൻ എങ്ങനെയായി തീരണമെന്ന് പറയുന്നു. ഞാൻ അവിടെ ഒന്നും വായിക്കുന്നില്ല. ഒരു വാക്യം, ആ വാക്യം ഒന്നുകൂടെ പറയാം. ചതിമോഹങ്ങളാൽ വഷളായി പോരുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക. അപ്പം ആ ക്രിസ്തുവിലുള്ളവരുടെ പ്രത്യേകതയാണ് ക്രിസ്തുവിന്റെ സ്വഭാവം ധരിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മളോട് എല്ലാവരോടും ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മളുടെ വാർഡ്രോബ് നമ്മൾ മാറ്റിയിട്ടുണ്ടോ? നമ്മുടെ പഴയ വസ്ത്രം മാറ്റിയിട്ട് നാം പുതിയ വസ്ത്രത്തിലായി തീർന്നിട്ടുണ്ടോ? ഒരു 5 മിനിറ്റ് കൂടെ എടുത്തിട്ട് മുമ്പോട്ട് പോകാം. ഈ വാക്യം തീർക്കാം നമുക്ക്. അപ്പം വസ്ത്രം ധരിക്കുക എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഒരു വസ്ത്രം ധരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ബിഹേവിയറിൽ ആ വസ്ത്രം ധരിക്കുന്ന ആ സമയത്തെ ആ ഒരു എന്താ പറയുക, ചില സാഹചര്യങ്ങൾ നമ്മൾ ഒക്കേഷൻ അനുസരിച്ച് നമ്മൾ വസ്ത്രം ധരിക്കുന്നതല്ലേ. അപ്പൊ നമ്മുടെ സ്വഭാവത്തിലും മാറ്റം വരുന്നുണ്ട്. കാരണം ജോലിയിൽ യൂണിഫോം ധരിക്കുമ്പോൾ നമ്മൾ വീട്ടിലെ പോലെ അല്ല ഇടപെടുന്നത്, അല്ലേ? സ്കൂളിൽ യൂണിഫോം ധരിക്കുമ്പോൾ നമ്മൾ വീട്ടിലെ കൂട്ടല്ല ഇടപെടുന്നത്. അപ്പൊ നമ്മളൊരു ഫംഗ്ഷന് പോയാൽ അതുപോലെ ഇടപെടണം. അതുപോലെ നമ്മുടെ സ്വഭാവ സവിശേഷതകൾ നാം ആരെയാണ് ധരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ചവർ ക്രിസ്തുവിന്റെ സ്വഭാവം വ്യക്തമാക്കുന്നു. അപ്പൊ ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞത് ഒരു സ്പിരിച്വൽ റിയാലിറ്റിയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ലൈഫ് എന്നത് ആ റിയാലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ക്രിസ്തുവിനെ ധരിക്കുക എന്ന് വെറും പറയുന്ന ഒരു കാര്യമല്ല, അതൊരു വാസ്തവമായി സംഭവിക്കുന്ന കാര്യമാണ്. ഒരു മിനിറ്റും കൂടെ. അപ്പം നമ്മൾ 2 വിധത്തിൽ ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് പോകാം. പക്ഷെ ഞാനൊന്ന് പറയാം. നമ്മള് ക്രിസ്തുവിനെ ധരിക്കുന്നു.
പൊസിഷണലി അല്ലെങ്കിൽ സ്പിരിച്വലി നാം വി ആർ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ആണ്. അത് ദൈവം നമുക്ക് നൽകുന്ന നീതിയാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കലി വി ഷുഡ് ഡു തിങ്സ് അക്കോർഡിംഗ് ടു ആ ദൈവത്തിന്റെ കൃപയ്ക്കനുസരിച്ച്, അല്ലെങ്കിൽ ആ ക്രിസ്തു ആ നമ്മുടെ ആ ധരിക്കുന്ന വസ്ത്രം അനുസരിച്ച് നാമും കുറെ കാര്യങ്ങൾ ചെയ്യണം. പൊസിഷണലി വി ആർ ഇൻ ക്രൈസ്റ്റ് ആൻഡ് പ്രാക്ടിക്കലി വി ഷുഡ് ക്ലോത്ത് ജസ്റ്റ് ലൈക്ക് ക്രൈസ്റ്റ്, അല്ലെ? അപ്പൊ ആ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നവർ നാം പൊസിഷനിലെ ക്രിസ്തുവിനെ ധരിച്ചു, പക്ഷേ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിലും നാം ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ടേയിരിക്കണം, ആ സ്വഭാവം കാണിക്കണം. ഞാൻ ഫിലിപ്പിയ ലേഖനം 3:10-11 ഒന്ന് വായിച്ച് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ. പൗലോസ് പറയുന്നുണ്ട്, ആദ്യത്തത് ആ ഒരു പൊസിഷൻ ഇൻ ക്രൈസ്റ്റ്, ആ 9 എന്ന് പറയുന്നത് 9 പൊസിഷൻ ഇൻ ക്രൈസ്റ്റ് ആണ്. രണ്ടാമത് പ്രാക്ടിക്കൽ ലൈഫാണ് പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ പ്രാപിച്ചു. അത് പൊസിഷൻ ആണ്. രണ്ടാമത്തത് 10-11 അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം സകലതും ചവറന്നെണ്ണുന്നു. അപ്പം നമ്മൾ ഓൾറെഡി പൊസിഷൻ ക്രൈസ്റ്റ്, ഇമേഴ്സ് ഇൻ ക്രൈസ്റ്റ്, പക്ഷേ നമ്മള് ചിലതിനെയൊക്കെ ഉപേക്ഷിച്ചാലേ ഒക്കത്തുള്ളൂ. പഴയ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം ധരിക്കുന്നു. അപ്പം പ്രാക്ടിക്കൽ, നമ്മൾ ആ ക്രിസ്തുവിൽ മുഴുകിയിരിക്കുന്ന നാം നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലും അത് പ്രകടമാകണം. ക്രിസ്തുവിനെ ധരിക്കുക എന്ന് അർത്ഥമാക്കുന്ന അതാണ്. റോമൻ 13:12-14 വരെയുള്ള വാക്യം ഞാൻ വായിക്കുന്നില്ല, പിന്നെ വായിച്ചാൽ മതി. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീനെന്ന് പറയുന്നുണ്ട്. റോമലേഖനം 13:12-13-14 വാക്യങ്ങൾ വായിക്കുന്നില്ല. നമ്മളിവിടെ പറഞ്ഞത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവർ അല്ലെങ്കിൽ ക്രിസ്തുവിൽ മുഴുകിയവർ ക്രിസ്തുവിനെ ധരിക്കുക എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ പ്രവൃത്തി ചെയ്യുക, ക്രിസ്തുവിന്റെ പ്രമാണത്തിൽ നിലനിൽക്കുക. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയ വസ്ത്രമെല്ലാം ഉരിഞ്ഞു വെച്ച് ആ ക്രിസ്തുവിൽ മുഴുകിയവർ ക്രിസ്തുവിനെ ധരിക്കുക. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുക. അതാണ് ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ വചനങ്ങൾ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.